ഇരുവഴിഞ്ഞിപ്പുഴയുടെ ശുചീകരണവും സംരക്ഷണവും ലക്ഷ്യമിട്ട് എൻ്റെ സ്വന്തം ഇരുവഴിഞ്ഞി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൂട്ടക്കുളിയും സൗഹൃദ നീന്തലും സംഘടിപ്പിച്ചു. പുഴ ജീവിതം തിരികെ പിടിക്കുക എന്ന ലക്ഷ്യത്തിൽ പുതുതലമുറയെ കൂടി ചേർത്ത് നിർത്തി സംഘടിപ്പിച്ച പരിപാടിയിൽ സമൂഹത്തിലെ നാനാതുറകളിൽ നിന്നായി പ്രായഭേദമന്യേ നിരവധി പേർ പങ്കാളികളായി. ഒരു കാലത്ത് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ ഒട്ടുമിക്ക ആളുകളുടെയും പ്രധാന ആശ്രയമായിരുന്ന ഇരുവഴിഞ്ഞിപ്പുഴയിൽ മാലിന്യ നിക്ഷേപവും നീർനായ ശല്യവും ഉൾപ്പെടെ വർദ്ധിച്ച് ജനങ്ങൾ പുഴയെ കൈയൊഴിഞ്ഞപ്പോൾ പുഴ ജീവിതം തിരികെ പിടിക്കുക എന്ന ലക്ഷ്യത്തിൽ പുതുതലമുറയെ കൂടി ചേർത്ത് നിർത്തി എൻ്റെ സ്വന്തം ഇരുവഴിഞ്ഞി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കൂട്ടക്കുളിയും സൗഹൃദ നീന്തലും സംഘടിപ്പിച്ചത്. മലയോര മേഖലയുടെ ജീവനാഡിയായി ഒഴുകുന്ന ഇരുവഴിഞ്ഞിപ്പുഴയുടെ ശുചീകരണവും സംരക്ഷണവും ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജനപ്രതിനിധികളും സന്നദ്ധ സംഘടനകളും പുഴ സ്നേഹികളും ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് പ്രകൃതി സ്നേഹികൾ പരിപാടിയിൽ പങ്കാളികളായി. സൗഹൃദ കൂട്ടനീന്തലിന് മുക്കം നഗരസഭ നീന്തിവാ മക്കളെ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ റന ഫാത്തിമയും മാവൂർ ചാലിയാർ ഡൈവേഴ്സ് അംഗങ്ങളായ KV ശംസുദ്ദീൻ, അമീദ് കടോളി, KMH ആലി, ഷെരീഫ് മൂശാരിക്കണ്ടി എന്നിവരും നേതൃത്വം നൽകി. കോട്ടമഴിക്കടവിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T കവിത നിർവഹിച്ചു. എൻ്റെ സ്വന്തം ഇരുവഴിഞ്ഞി കൂട്ടായ്മ ചെയർമാൻ PKC മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G അബ്ദുൽ അക്ബർ പുഴ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലി നൽകി. നമ്മുടെ ജീവൻ തന്നെയാണ്. ഈ സംരക്ഷണം നമ്മുടെ ബാധ്യതയാണെന്ന തിരിച്ചറിവിൽ നമുക്ക് പ്രകൃതിയോട് ചേർന്ന് നിൽക്കാം. കൂട്ടായ്മ സെക്രട്ടറി KTN നാസർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ VN ഷുഹൈബ്, മജീദ് മൂലത്ത്, കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രേമ കോട്ടമ്മൽ, CT യൂസഫ്, മുക്കം നഗരസഭാ കൗൺസിലർ ഷഫീഖ് മാടായി, മുക്കം പ്രസ് ക്ലബ് പ്രസിഡന്റ് C ഫസൽ ബാബു, ബന്ന ചാന്ദമംഗലൂർ, മുക്കം അഗ്നിരക്ഷാസേന ഓഫീസർ രാജേഷ്, TV ഷാഫി, ജാഫർ പുതുക്കുടി, റിയാസ് കക്കാട് തുടങ്ങിയവർ സംബന്ധിച്ചു. നാട്ടുകാർ കൂടി പങ്കെടുത്ത കൂട്ടക്കുളിക്ക് മുസ്തഫ ചാന്ദമംഗലൂർ, PK ഫൈസൽ, നസറുള്ള, ജാഫർ പുതുക്കുടി, സലീം വലിയ പറമ്പ് എന്നിവർ നേതൃത്വം നൽകി. സ്വന്തം ഇരുവഞ്ഞി കൂട്ടായ്മ കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഇരുവഞ്ഞിപ്പുഴയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ജനങ്ങളെ പുഴയിലേക്ക് ആകർഷിപ്പിച്ചു. പുഴയിലേക്ക് ഇറങ്ങി ജനങ്ങൾ പുഴയെ നെഞ്ചിലേറ്റിയ സമയത്താണ് കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷം നീർനായയുടെ ശല്യം കാരണം ആളുകൾക്ക് പുഴയിൽ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കുളിക്കടവിൽ സംരക്ഷണ വലയം തീർത്ത് നിർഭയമായി കുളിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധങ്ങളായ പ്രവർത്തനം നമ്മൾ നടത്തിയിട്ടുണ്ട്. പുഴ അന്വേഷണ സഞ്ചാരം, കൂട്ടക്കുളി, നീന്തൽ മത്സരം, കൂട്ട ചൂണ്ടയിടൽ, ഫ്ലോട്ടിംഗ് കോൺഫറൻസ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി പരിപാടി കഴിഞ്ഞ 10 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ വീണ്ടും പുഴയിലേക്ക് ആകർഷിക്കാനുള്ള ഭാഗമായിട്ടാണ് ഇന്ന് കൊടിയത്തൂർ കോട്ടമി കടവിൽ കൂട്ടക്കുളിയും സൗഹൃദ നീന്തൽ മത്സരവും നടത്തിയിട്ടുള്ളത്. നീന്തൽ താരം റന ഫാത്തിമ, പ്രമുഖ വ്ളോഗർ പാനാളി ജുനൈസ്, ചാലിയാർ ഡൈവേഴ്സ് ക്ലബ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കയാക്കിംഗ് ടീം അംഗങ്ങൾ, സിവിൽ ഡിഫൻസ്, സന്നദ്ധ സേനാംഗങ്ങളായ എൻ്റെ മുക്കം, എൻ്റെ നെല്ലിക്കാപ്പറമ്പ്, TYK കൊടിയത്തൂർ എന്നിവരും സന്നിഹിതരായിരുന്നു. നീർനായ എന്ന് പറഞ്ഞ സാധനം വെള്ളത്തിന്റെ ജീവികളാണ്. അതിനെ നമ്മൾ എതിർത്താൽ മാത്രമേ അവർ നമ്മളെ എതിർക്കുള്ളൂ. നീന്തൽ സ്ഥിരമാക്കിയാൽ നീർനായ ഈ ഭാഗത്തേക്ക് വരില്ല. അവർ നമ്മളെ സമയം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഈ നീന്തൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 7 മണിക്ക് കറക്റ്റായിട്ട് നീന്താൻ തുടങ്ങിയാൽ അവർ നമ്മളെ സമയം കഴിഞ്ഞിട്ടേ പുറത്തേക്ക് ചാടുള്ളൂ. അതുവരെ അവർ മാറി നിൽക്കും. ഇതാണ് ഞങ്ങൾക്കുണ്ടായ അനുഭവം. ന്യൂസ് ബ്യൂറോ, മുക്കം.